എല്ലാവർക്കും നമസ്കാരം. മണ്ണിനെ തൊട്ട് സംസ്കാരത്തിനെ തൊട്ട് നിൽക്കുന്ന സഹൃദയനായ നാടകപ്രവർത്തകൻ, മനുഷ്യസ്നേഹി, കലാകാരന്മാരെ എക്കാലവും പ്രോത്സാഹിപ്പിക്കുന്ന ഭാരത് ഭവൻ്റെ എല്ലാമായ ശ്രീ പ്രമോദ് പയ്യന്നൂർ സാർ വിളിച്ചിട്ടാണ് ഞാനിവിടെ എത്തുന്നത്. അദ്ദേഹവും നമ്മുടെ മാതൃഭൂമിയും അതുപോലെ പിരപ്പനക്കാട് പാടശേഖര കമ്മിറ്റിയും ഒത്തൊരുമിച്ച് സംഘടിപ്പിക്കുന്ന ഈ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സാറ് പറഞ്ഞതുപോലെ ഈ ഒരു ക്ലൈമറ്റിൽ ജലദോഷവും ഒരു ചുമയൊക്കെ ആയിട്ട് കഷ്ടപ്പെടുമായിരുന്നു. പക്ഷെ എന്നാലും അദ്ദേഹം വിളിച്ച് ഇൻവൈറ്റ് ചെയ്തതിൻ്റെ പുറത്ത് വന്നു. പക്ഷെ ഇത്രയും മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നതെന്ന് അറിയില്ല. വന്ന് കണ്ട് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു വിത്തിടൽ ചടങ്ങ് നേരിട്ട് കാണുന്നത്. ഒരുപാട് സന്തോഷം. അതിനേക്കാൾ ഈ ഒരു ഈ വേദി എന്ന് പറയുന്നത് അവരവരുടെ മേഖലയിൽ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾ ഇരിക്കുന്ന ഈ ഒരു വേദിയിൽ ഞാൻ മനസ്സിൽ ഒരുപാട് ആരാധിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഇവിടെ. ശ്രീ സൂര്യാകൃഷ്ണമൂർത്തി സാറ് ശബ്ദ ഗാംഭീര്യം കൊണ്ട് നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന അലിയാർ സാറ്, അതുപോലെ ബിന്ദുജ ടീച്ചർ, ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത്, ബിന്ദുജ ചേച്ചി. അതുപോലെ മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം എന്ന് ഉറക്കെ പറഞ്ഞ് ആ കവിത എഴുതി എന്നെ പോലുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന, ഞാൻ മനസ്സിൽ ഒരുപാട് ആരാധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കവി ശ്രീ മുരുകൻ കാട്ടക്കട സാറ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വരികൾ എടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, കണ്ണടകൾ വേണ്ടാത്ത, കണ്ണിന് തിമിരം ബാധിക്കാത്ത ഒരു ജനസമൂഹമാണ് ഞാൻ ഇന്നിവിടെ കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടീച്ചർ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയി ആ ഒരു ബൊക്കെ കണ്ടപ്പോൾ. അധ്വാനത്തിൻ്റെ, വിയർപ്പിൻ്റെ എല്ലാം ഫലമായ ആ ഒരു മനോഹരമായ ബൊക്കെ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു സ്നേഹം, ഈ മണ്ണിനെ സ്നേഹിക്കുന്ന ഈ ജനസമൂഹത്തിൻ്റെ സ്നേഹമാണത്. അതിനെയും ഒരുപാട് നന്ദിയോടുകൂടി സ്വീകരിക്കുന്നു. അതുപോലെ അരി, അത് എന്താ പറയുക, തവിട് നഷ്ടപ്പെടാത്ത അരി ഞാൻ കണ്ടിട്ടില്ല. ഓർഗാനിക് ഈ ഒരു ഗിഫ്റ്റ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതിനെയും നന്ദിയോടുകൂടി സ്വീകരിക്കുന്നു. പാട്ട് പാടാനുള്ളൊരു ശബ്ദം ഗാംഭീര്യം ഇപ്പം ഇല്ല. എന്നിരുന്നാലും ഒരു രണ്ടുപേരി കവിത പറയട്ടെ. പാട്ട് വേണം, പാട്ട് പാടാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നാളത്തെ ഭാവിയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയാണ്. മലയാള ഭാഷയെ, നമ്മുടെ മണ്ണിനെ പോലെ, നമ്മുടെ കലയെ പോലെ, സംസ്കാരത്തിനെ പോലെ മലയാള ഭാഷയെയും നിങ്ങൾ സ്നേഹിക്കണം എന്ന് എനിക്ക് പറയാനുണ്ട്. പലപ്പോഴും ഭാഷയെ വികലമായി കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെയും അതുപോലെ കുട്ടികളെയും പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് വിഷമമുണ്ട്. ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിലാണെങ്കിലും ഞാൻ വീട്ടിൽ ഉറുദുവാണ് സംസാരിക്കുന്നത്. മാതൃഭാഷയായിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്ന ഉറുദു ആണെങ്കിലും മലയാളം എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു ഭാഷയാണ്. അതുകൊണ്ട് തന്നെ മലയാളം നശിച്ചു പോകരുത്. നമ്മൾ എല്ലാവരും ഈ ഒരു ഭാഷയെ നമ്മുടെ അമ്മയെപ്പോലെ സ്നേഹിക്കുക എന്നും കൂടെ എനിക്ക് പറയാനുണ്ട്. കവിത പാടാൻ ഉദ്ദേശിക്കുന്നത് കുരിപ്പുഴ ശ്രീകുമാർ സാറിൻ്റെ അമ്മ മലയാളമാണ്. കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിൻ്റെ ഈണച്ചതിച്ചേലറിഞ്ഞു ചിരിച്ചൊരാൾ ഞെട്ടിത്തെറിച്ചു തകർന്നു ചോദിക്കുന്നു, വിറ്റുവോ നീ എൻ്റെ കേരള ഭാഷയെ, വിറ്റുവോ നീ എൻ്റെ കേരള ഭാഷയെ, വിറ്റുവോ നീ എൻ്റെ കേരള ഭാഷയെ. ഓലയും നാരായവും കാഞ്ഞിരത്തിൻ്റെ ചോലയിൽ വച്ചു നമിച്ചു തിരിഞ്ഞൊരാൾ ആദിത്യനേത്രം തുറന്നു ചോദിക്കുന്നു, ഏതു കടലിൽ എറിഞ്ഞു നീ ഭാഷയെ. ശ്രുതി ഇതല്ല. ചിഞ്ചിലം നിന്നു ചിലങ്കകളൂരിട്ട് നെഞ്ചത്തു കൈവച്ചു ചോദിക്കയാണൊരാൾ,
ചുട്ടുവോ നീ എൻ്റെ കേരള ഭാഷയെ, ചുട്ടുവോ നീ എൻ്റെ കേരള ഭാഷയെ. വീണപൂവിൻ്റെ ശിരസ്സു ചോദിക്കുന്നു, പ്രേമ സംഗീത തപസ്സു ചോദിക്കുന്നു, ചിത്രയോഗത്തിൻ നഭസ്സു ചോദിക്കുന്നു, മണിനാദമാർന്ന മനസ്സു ചോദിക്കുന്നു, പാടും പിശാച് ശപിച്ചു ചോദിക്കുന്നു, പന്തങ്ങൾ പേറും കരങ്ങൾ ചോദിക്കുന്നു, കളിയച്ഛനെയ്ത കിനാവു ചോദിക്കുന്നു, കാവിലെ പാട്ടിൻ കരുത്തു ചോദിക്കുന്നു. പുത്തരിച്ചുണ്ടയായി ഗോവിന്ദ ചിന്തകൾ പുസ്തകം വിട്ടു തഴച്ചു ചോദിക്കുന്നു, എവിടെ എവിടെ സഹ്യപുത്രി മലയാളം, എവിടെ എവിടെ സ്നേഹപൂർണ്ണ മലയാളം. മലിനവസ്ത്രം ധരിച്ചോളയിൽ നിന്നെണീറ്റരുതരുതു മക്കളെ എന്നു കേഴുന്നു. ശരണഗതിയില്ലാതെ അമ്മ മലയാളം, ഹൃദയത്തിൽ നിന്നും പിറന്ന മലയാളം. ആരുടെ മുദ്ര ഇതാരുടെ ചോര, ആരുടെ അനാഥമാ മുറവിളി, ആരുടെ നിലയ്ക്കാത്ത നിലവിളി. അച്ഛന്റെ തീമൊഴി അമ്മയുടെ തേൻമൊഴി, ആരോമൽ ചേകോന്റെ അംഗത്തിരുമൊഴി, ആർച്ചയുടെ ഉറുമിമൊഴി ചെറുമന്റെ കനൽ മൊഴി, പഴശ്ശിപ്പെരുമ്പടപ്പോരിൻ നിറമൊഴി, കുഞ്ഞാലി വാൾമൊഴി തച്ചോളി തുടിമൊഴി, തോരാതെ പെയ്യുന്ന മാരിത്തെറിമൊഴി. തേകുവാൻ ഊഞ്ഞാലിലാടുവാൻ പൂനുള്ളിയോടുവാൻ, വിള കൊയ്തു കേറുവാൻ വിത്തിടാൻ, സന്താപ സന്തോഷമൊക്കെ അറിയിക്കുവാൻ, തമ്മിൽ പിണങ്ങുവാൻ പിന്നെയും ഇണങ്ങുവാൻ, പാടുവാൻ പഞ്ചാര കൈപ്പേറെ ഇഷ്ടമെന്നോതുവാൻ, കരയുവാൻ പൊരുതുവാൻ ചേരുവാൻ, ചുണ്ടത്തിരുന്നു ചൂണ്ടിത്തന്ന നന്മയാണ് അമ്മ മലയാളം. നന്ദി. ഇനി സിനിമയിൽ പാടിയ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാനിൻ ജന്നലരികിൽ നിൽപ്പോ നിന്റെ മുഖം അഴക് നോക്കിയോരോ പരിഭവമായി പാടും പാട്ടിന് ശ്രുതി മീട്ടാൻ, രാവിൻ കോടിമാറു കൂടെ ഒന്നു പോരൂ, നിനക്ക് മാത്രം നൽകാം എൻ സ്നേഹം. ആഹാ, ഗേൾസ് മാത്രം പാടൂ, ബോയ്സ് പാടില്ല. ഓ മാമ 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 ചന്ദമാമ, ഓ മാമ 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 ചന്ദമാമ, ഒരു നോട്ടം കണ്ടേയുള്ളൂ, ഒരു ഗാനം കേട്ടേയുള്ളൂ, കൊതിയിൽ ഞാൻ കൊഞ്ചിപ്പോയി ചന്ദമാമ, മുകിൽ മേയും മാനത്തിൽ മായക്കൂടിൽ മുളവാതിൽ ചാരാതെ ചന്ദമാമ. ചന്ദമാമ 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 ചന്ദമാമ. താങ്ക് യു സോ മച്ച്.